ഹ്യൂമൻ വെൽനസ് സ്റ്റഡി സെൻറ്റർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിൽ പലരും ഈ LGBTQIA+ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ LGBTQ, ഇതെന്ത് സാധനമാപ്പാന്ന് ആലോചിക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ചൊരു ധാരണ തരാൻ ഞാൻ ശ്രമിക്കുന്നത്. ഓരോ കുഞ്ഞും ആദ്യമായിട്ടുണ്ടാകുന്ന സമയത്ത്, ഭ്രൂണം ഉണ്ടാകുന്ന സമയത്ത് പെൺകുഞ്ഞായിട്ടാണ് പെൺകുഞ്ഞായിട്ടാണ് ഉണ്ടായി വരുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ കാലിൻ്റെ ഇടയിൽ വജൈനയാണ് ഉണ്ടാവുക. അതൊരു പക്ഷേ സയൻറ്റിഫിക്കലി അറിയുന്ന ആൾക്കാർ മാത്രം പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. 3 ലൈൻ ഫോർമേഷൻ എന്നാണ് നമ്മളതിന് പറയുക. ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 ലൈൻ ഉണ്ടോ എന്ന് നോക്കുകയാണെന്ന് പറയും. 3 ലൈൻ ഫോർമേഷനാണ് ആദ്യം ഉണ്ടാവുക. അതിനുശേഷം മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ കുഞ്ഞിലെ ഹോർമോണിൻ്റെയും ജീൻസിനും അനുസരിച്ചുകൊണ്ട് അവയവങ്ങൾ കൃത്യമായിട്ട് വരുന്നത്. ശരിക്കും എല്ലാ കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളായിട്ടാണ് ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് അതിനകത്ത് വജൈനയ്ക്കുള്ളിലുള്ള ക്ലിറ്റോറിസ് എന്ന് പറയുന്നതാണ് പിന്നീട് പീനസ് അല്ലെങ്കിൽ പെനിസ് ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു അറിവുണ്ടാവില്ല. അപ്പം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവരുടെ കാലിൻ്റെ ഇടയിൽ എന്ത് എന്ന് നോക്കിയിട്ടാണ് അവരുടെ സെക്സ് തീരുമാനിക്കുന്നതെന്ന് നമുക്കറിയാലോ. അതിനകത്ത് നിലവിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊരു പക്ഷേ 2 കേട്ടിട്ടുണ്ടാവുള്ളൂ, ആൺകുട്ടി പെൺകുട്ടി എന്ന്. ഒന്നും കൂടിയുണ്ട്, ഇൻ്റർസെക്സ്വൽ എന്ന് പറയുന്നത്. അതായത് 2 ലൈംഗിക അവയവങ്ങളും ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. സാധാരണഗതിയിൽ ഈ പ്രസവിക്കുന്ന സമയത്ത് അവരുടെ ഡോക്ടർമാർ ഏതാണോ പ്രൊമിനൻ്റ് ആയിരിക്കുന്നത് അതിനെ നിലനിർത്തി മറ്റതിനെ ക്ലോസ് ചെയ്യാണ് ചെയ്യുക. അപ്പം അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ധാരാളം കേസുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ജനിക്കുന്ന സമയത്ത് കാലിൻ്റെ ഇടയിൽ എന്ത് എന്ന് നോക്കിയിട്ട് സെക്സ് തീരുമാനിക്കുന്നു. 5ാമത്തെ വയസ്സോടുകൂടി എന്താണ് അവരുടെ ചെവിയുടെ ഇടയിൽ എന്താ ഉള്ളത്? ബ്രെയിനിൽ എന്താ ഉള്ളത് അത് നോക്കിയിട്ടാണ് അവരുടെ ജെൻഡർ തീരുമാനിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ യുവർ ലെഗ്സ് വിൽ ബി ഡിഫൈനിങ് യുവർ സെക്സ് ആൻഡ് വാട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ യുവർ ഇയേഴ്സ് വിൽ ബി ഡിഫൈനിങ് യുവർ ജെൻഡർ. 5ാമത്തെ വയസ്സോടുകൂടി ഓരോ കുഞ്ഞും താൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ നോക്കിയിട്ടാണ് സെക്സ് തീരുമാനിക്കുന്നത്, സോഫ്റ്റ്വെയർ നോക്കിയിട്ടാണ് ജെൻഡർ തീരുമാനിക്കുന്നത് പറയാം. അപ്പോൾ താൻ ആരാണെന്ന് സ്വയം അടയാളപ്പെടുത്താൻ കുഞ്ഞ് ശ്രമിക്കുന്നതാണ് 5ാമത്തെ വയസ്സോടി. ഏകദേശ കണക്കുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവർ സെലക്ട് ചെയ്യുന്ന പാവകൾ, അവരുടെ ആക്ടിവിറ്റീസ്, അവരിഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആ വ്യത്യാസം നോക്കി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ശരിക്കും ശ്രദ്ധയോടെ നോക്കുന്ന ആൾക്കാർക്ക് ഈ കുഞ്ഞ് എങ്ങനെയുള്ള ജെൻഡറിലേക്കാണുള്ളതെന്നുള്ളത്. അപ്പം സെക്സ് മെയിലായിരിക്കുന്ന ബോയ്, അവരുടെ ജെൻഡറും ബോയ് തന്നെയാണെങ്കിൽ നമ്മൾ സിസ് മെയിൽ എന്ന് പറയും. അതല്ല എങ്കിൽ നമ്മൾ ട്രാൻസ് എന്നാണ് പറയുക. അപ്പോൾ സിസ് മെയിലും സിസ് വുമണും ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസും ഉണ്ട്. ഇനി ഒരു 13ാമത്തെ വയസ്സോടുകൂടി അവരുടെ ഓറിയൻറ്റേഷൻ എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 3 പ്രായങ്ങളെക്കുറിച്ചൊരു ധാരണയായി കഴിഞ്ഞാൽ നമുക്ക് LGBTQIA+ എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ധാരണ ലെസ്ബിയൻ എന്ന് വെച്ചാൽ പലരുടെയും ധാരണ 2 സ്ത്രീകൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്നതാണ് പലരുടെയും ധാരണ. പക്ഷെ അങ്ങനെയേ അല്ല, അത് ഹോമോസെക്സ്വലാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ, കന്യാസ്ത്രീ മഠങ്ങളിൽ അവിടെയൊക്കെ നടക്കുന്നത് ലെസ്ബിയൻ എന്ന് പറഞ്ഞതല്ല, അത് ഹോമോസെക്സ്വലാണ്. അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് അപ്രാപ്യമായ ഇടത്ത് അവർ ചെയ്യുന്നൊരു ആക്ടിവിറ്റി മാത്രമാണ് അത് ഹോമോസെക്സ്വാലിറ്റിയാണ്. അതും ലെസ്ബിയനുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. എന്താണ് ലെസ്ബിയൻ? പുരുഷന്മാരെ അവൈലബിളായിട്ടും ലഭ്യമായിട്ടും അവർക്ക് പുരുഷന്മാരെ ഇഷ്ടമാവാതെ സ്ത്രീകളോട് തന്നെ ഒരു സ്ത്രീക്ക് താല്പര്യം വരുന്നതിനെയാണ് ലെസ്ബിയൻ എന്ന് പറയേണ്ടത്. ഒന്നുകൂടി പറയാം, സ്ത്രീകൾക്ക് പുരുഷന്മാരെ താല്പര്യമല്ലാതെ സ്ത്രീകളോട് തന്നെ താല്പര്യം വരുന്ന അവസ്ഥയ്ക്കാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ വളരെ ഫേമസ് ആയ പല പെയറുകളെ കുറിച്ചും കേട്ടിട്ടുണ്ടാവാം. അതൊരു ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെയാണ് L കഴിഞ്ഞിട്ട് G, ഗേ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുരുഷനോട് ലൈംഗികതയിൽ ഏർപ്പെടുന്നതിനെ അല്ല ഗേ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഹോമോസെക്സ്വൽ മാത്രമാണ്. ഗേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷന് സ്ത്രീകളെ ഇഷ്ടമല്ലാതിരിക്കുകയും പുരുഷനോട് തന്നെ താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഗേ എന്ന് പറയുന്നത്. അപ്പോൾ LG. അടുത്ത B, ബൈസെക്സ്വൽ. അവർക്ക് പുരുഷനോടോ സ്ത്രീയോടോ
ഏതിനോടും അവർക്ക് താല്പര്യം ഉണ്ടാവും, ഒരു പ്രശ്നവുമില്ല. രണ്ടും അവർക്ക് ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നതിനാണ് ബൈസെക്സ്വൽ എന്ന് പറയുന്നത്. ഇതൊന്നും മോശം അവസ്ഥയല്ല, ഇതൊന്നും രോഗാവസ്ഥയല്ല, ഇത് വളരെ സ്വാഭാവികമായ അവസ്ഥ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളിൽ ചിലർക്ക് കപ്പ ഇഷ്ടമാണ്, ചക്ക ഇഷ്ടമാണ്, തേങ്ങ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന പോലെ മാത്രമേ ഉള്ളത്. വളരെ സ്വാഭാവികമാണ്. ചിലർ വെജിറ്റേറിയനാണ്, ചിലർ നോൺ വെജിറ്റേറിയനാണ്, ചിലർ വീഗനാണെന്നൊക്കെ പറയുമ്പോൾ ഒന്നും രോഗാവസ്ഥയല്ലല്ലോ, ഓരോ താല്പര്യങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വാഭാവികമായ അവസ്ഥ മാത്രമാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ലെസ്ബിയൻ ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? പരസ്യമായിട്ടൊരു ഗ്രൗണ്ടിൻ്റെ നടുക്ക് കിടത്തിയിട്ട് 50 പേരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ബലാത്സംഗം ചെയ്യുവരെ ഈ ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ ഇത് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഭൂതപ്രേത പിശാചുക്കളുടെ പിടിയിലാണെന്ന് പറഞ്ഞിട്ട് വലിയ മന്ത്രവാദങ്ങളൊക്കെ നടത്തും. കർശനമായും ക്രൂരമായുമുള്ള ട്രീറ്റ്മെൻറ്റൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരുടെ വഴിക്ക് വിട്ടാൽ മതി. അപ്പം ഈ ലെസ്ബിയൻ ഗേ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. അവർ മറ്റാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഇണകളുടെ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇണകളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ അവരും അവരുടെ ഇണകളുടെ കൂടെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല, കോംപ്ലിമെൻ്ററി ജെൻഡർ എന്ന് ഉപയോഗിച്ചാൽ മതി. അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു, അവർ സന്തോഷം കണ്ടെത്തട്ടെ. സന്തോഷം കണ്ടെത്തേണ്ടത് ഓരോ മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യം തന്നെയാണ്. അപ്പോൾ LGB വരെ നമ്മൾ പറഞ്ഞു. അടുത്തത് T, ട്രാൻസ്. പണ്ടൊക്കെ ഈ എല്ലാ ലൈംഗികതയും ഒരുമിച്ച് ചേർത്തിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യൂർ എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ട്രാൻസ് എന്നാണ്. അതായത് ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിക്കുന്നത് മുതൽ നമ്മൾ പറയുന്ന കുട്ടിയുടെ കാലിൻ്റെ ഇടയിലുള്ള ലൈംഗിക അവയവം നോക്കിയിട്ട് സെക്സ് തീരുമാനിക്കുന്ന പോലെ 5ാമത്തെ വയസ്സോടുകൂടി നമ്മൾ തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ ജെൻഡറാണ്. അപ്പോൾ ട്രാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയുടെ അവയവമുള്ള ആൾ അവർ സ്വയം ഒരു പെൺകുട്ടിയായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹാർഡ്വെയർ ആൺകുഞ്ഞിൻ്റെയും സോഫ്റ്റ്വെയർ പെണ്ണിൻ്റെയും ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതാണ് ഒരു പരിധിവരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്. തിരിച്ചു അപ്പോൾ ട്രാൻസ് 2 തരത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ട്രാൻസ് മാനും ട്രാൻസ് വുമണും. ട്രാൻസ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ വാക്ക് നോക്കിയിട്ടാണ് അവരെങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പറയാൻ ശ്രമിക്കുക. ട്രാൻസ് മാൻ എന്ന് വെച്ചാൽ ഒരു സ്ത്രീയായിട്ട് ജനിച്ചയാൾ പുരുഷനാകാൻ ശ്രമിക്കുന്നതിനാണ് ട്രാൻസ് മാൻ എന്ന് പറയുന്നത്. അതേപോലെ ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാലോ, ട്രാൻസ് വുമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനായി ജനിച്ച ഒരാൾ സ്ത്രീയാകാൻ ശ്രമിക്കുന്നതിനാണ് ട്രാൻസ് വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം ട്രാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ആ കുഞ്ഞുങ്ങളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കാനും. ഒരു തെറ്റായ അവസ്ഥയല്ല, ഇതൊരു രോഗാവസ്ഥയല്ല, വളരെ സ്വാഭാവികമാണ്. അവരെ അവരുടെ വഴിക്ക് വിടുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ട്രാൻസ് സെക്സ്വൽ എന്ന് വെച്ചാൽ എന്താ? അവരുടെ മനസ്സിനനുസരിച്ച് ശരീരത്തെ പാകപ്പെടുത്തുന്നതിനെയാണ് ട്രാൻസ് സെക്സ്വൽ എന്ന് പറയുക. അപ്പം ഉദാഹരണത്തിന് ഒരു ട്രാൻസ് മെൻ, അവരുടെ മനസ്സെന്ന് പറയുന്നത് പുരുഷൻ്റേതാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ബോഡിയിലെ ബ്രസ്റ്റും വജനയൊക്കെ മാറ്റിയിട്ട് പുരുഷൻ്റേതുപോലെ ആക്കുന്നതിനാണ് ട്രാൻസെക്സ്വൽ എന്ന് പറയുക. അപ്പോൾ ട്രാൻസെക്സ്വൽ ഇങ്ങനെ മാറ്റം വരുത്തിയ ആൾക്കാരാണ്. ആ മാറ്റം വരുത്തിക്കുന്നതിന് ഒരു വളരെ കോംപ്ലിക്കേറ്റഡായ മെത്തേഡ് വഴിയാണ് അവരങ്ങനെ ആക്കുന്നത്. അതിനകത്ത് കൗൺസിലിംഗ് ഉണ്ട്, മരുന്നുകളുണ്ട്, ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലുണ്ടാവാം. ഒരു ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പുരുഷൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അവരുടെ രോമങ്ങളൊക്കെ പതുക്കെ പൊഴിഞ്ഞു പോകുന്നു. നെഞ്ചിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നും മുഖത്തു നിന്നൊക്കെ രോമങ്ങൾ പതുക്കെ പൊഴിഞ്ഞു പോയി തുടങ്ങുന്നു. അതുപോലെ ട്രാൻസ് വുമൺ ആകുമ്പോഴത്തേക്ക് ഈ പരന്നിരിക്കുന്ന കൈ പതുക്കെ ഉരുണ്ടു തുടങ്ങുന്നു, മുഖത്തൊക്കെ ഇങ്ങനെ കൊഴുപ്പടിയാൻ തുടങ്ങുന്നു, കുറച്ചും കൂടി ഫ്ലഷി ആയിട്ട് വരുന്നു. അതേപോലെ തന്നെ അവർ ബോട്ടം സർജറി എന്നാണ് പറയുക. അവരവരുടെ പീനസ് റിമൂവ് ചെയ്യുന്നു, എന്നിട്ടൊരു ഹോൾ അവിടെ തയ്യാറാക്കിയെടുക്കുന്നു. ഏറ്റവും ലളിതമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്, ഫുൾ സയൻറ്റിഫിക് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു ഡ്രെയിനേജ് വൻകുടലിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം 2 വർഷത്തോളം അവരത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. 2 വർഷം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് അതൊരു നാച്ചുറൽ ഹോളാകുന്ന രീതിയിലോട്ട് ഉപയോഗിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതൊരു മുറിവ് മാത്രമാണ്. ബോഡിയുടെ സ്വാഭാവികമായ പ്രക്രിയ വഴി
ആ ഹോളിനെ മൂടാനും ആ ടിഷ്യൂസ് നമ്മൾ ഒരുമിച്ച് ചേരാനുള്ള സ്വാഭാവിക പ്രേരണ ഉണ്ടാകും. അത് ഒഴിവാക്കണമെങ്കിൽ സ്പേസർ ഉപയോഗിക്കണം. അത് ഹൈജീനായിട്ട് 2 വർഷം ഉപയോഗിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈംഗിക ആവശ്യങ്ങൾക്കും മറ്റും ഈ ഹോൾ ഉപയോഗിക്കാൻ പറ്റുക. അതേപോലെ തന്നെയാണ് ട്രാൻസ് മെൻ എന്ന് പറയുന്നത്. ട്രാൻസ് മെൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം കൂടുതൽ അവയവങ്ങൾ ബോഡിക്കുള്ളിലുണ്ട്. അപ്പം ബോട്ടം സർജറി മാത്രം പോരാ, ടോപ്പ് സർജറി വേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള ബനിയൻ വളരെ വലിച്ചു മുറുക്കിയിട്ടാണ് ബ്രസ്റ്റ് പുറത്ത് കാണാത്ത രീതിയിൽ അവർ നടക്കുക. അതേപോലെ അവർക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വയം പുരുഷനാണെന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്താണ് പീരീഡ്സ് വരിക. അപ്പോൾ അവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത അവരുടെ വജനയിലൂടെ അവർക്ക് പീരീഡ്സ് വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നത്തിലാവും, ഭയങ്കര പെയിനായിരിക്കും, അത് സഹിക്കാനേ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ വളരെ വളരെ മോശമായ അവസ്ഥയിലൂടെ വളരെ ക്രിട്ടിക്കലായ കാര്യങ്ങളിലൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ കടന്നു പോകാൻ നമ്മൾ അറിയണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുക. നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങളും മനസ്സിലെ കാര്യങ്ങളും ഹോർമോൺസും മൈക്രോബിയൽസും എല്ലാം കൂടി ചേർന്നിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമുക്ക് തന്നെ പല സമയത്തും മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നു, പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പം ഈ ശരീരവും മനസ്സും ഇതൊക്കെ തമ്മിൽ ചെറിയ കോൺഫ്ലിക്റ്റ് ഉള്ള ആൾക്കാരുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി, അവരെങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുള്ള കാര്യം. അപ്പോൾ ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, അതേപോലെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അങ്ങനെ ടോപ്പ് സർജറി നടത്തുന്നു, ബ്രസ്റ്റ് എടുത്തു കളയുന്നു. ബ്രസ്റ്റ് എടുത്തു കളയുമ്പോൾ ഈ നെഞ്ചത്ത് മാത്രമല്ല അതിൻ്റെ മസിൽസ് ഉള്ളത്. അത് നിങ്ങൾ അറിയണമെങ്കിൽ അവരുടെ കഷത്തിൻ്റെ പിൻഭാഗം മുതലേ മസിലുകളൊക്കെ അതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ കാര്യങ്ങൾ. അതിനുശേഷം തന്നെ ബോട്ടം സർജറി നടത്തുന്നു, ഉള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എക്സ്റ്റേണലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അത്ര സക്സസ് അല്ല ഈ ട്രാൻസ് മെന്നിൻ്റെ ബോട്ടം സർജറി. ഇത്രയും കോംപ്ലിക്കേഷനിലൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ അറിയണം. അതിനകത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ് എന്ന് പറയുന്ന ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തത് LGBT അടുത്തത് ക്യൂ ആണ്. ക്യൂർ നേരത്തെ ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ മൊത്തമായിട്ട് ക്യൂർ എന്നാണ് നേരത്തെ ഈ അംബ്രലിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ട്രാൻസ് എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾ ശരിയെന്ന് വിചാരിക്കുന്ന, പ്രധാനപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒന്നും അവർക്ക് ശരിയുമല്ല, പ്രധാനപ്പെട്ടതുമല്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ല് തേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു. ട്രാൻസിനെ സംബന്ധിച്ച് അങ്ങനെ ആവണമെന്നൊരു നിർബന്ധവുമില്ല. ക്യൂറിനെ സംബന്ധിച്ച് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പാട്ട് പാടാൻ വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം ഒരുമിച്ച് അങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങിക്കൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന എല്ലാവരെയും നമുക്ക് ക്യൂർ എന്ന് പറയാവുന്നതാണ്. പണ്ടത്തെ കാലത്തെ ഹിപ്പികൾ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ക്യൂർ എന്ന് പറയുന്നതിന്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മിക്കവാറും എല്ലാവരും തന്നെ ക്യൂറാണ്. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ നമ്മളെല്ലാം ക്യൂർ തന്നെയാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെല്ലാം ചെയ്യുന്ന പോലെ മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, ചെറിയ മാറ്റങ്ങളൊക്കെ ഇല്ലേ, എല്ലാവരും ക്യൂർ തന്നെയാണ്. അടുത്തത് ഇൻ്റർസെക്സ്. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതുപോലെ ഈ 2 അവയവങ്ങളും ഒരേപോലെ പ്രാവർത്തികമായിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. അവർക്ക് വജൈന ഉണ്ടാകും, പീനസ് ഉണ്ടാകും. എൻ്റെ ഇതുവരെയുള്ള അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 45ഓളം പേര് കേരളത്തിൽ ഈ ഇൻ്റർസെക്സുവലാണ്. അവർക്ക് വജൈനയുണ്ട്, പീനസും ഉണ്ട്. അതിനകത്ത് 2 പേർക്ക് മെൻസസും ഉണ്ട്, അതുപോലെ ഇജാക്കുലേഷനും ഉണ്ട്. അപ്പോൾ തിയററ്റിക്കലി വേണമെങ്കിൽ അവർക്ക് അവരിൽ തന്നെ ഗർഭം ധരിക്കാമെന്ന് തന്നെ പറയാമല്ലേ. പ്രായോഗികമായിട്ട് സാധ്യമല്ല എന്നൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ ഇൻ്റർസെക്സുവലാണ്. 2016 ലോക്സഭാ ഇലക്ഷനിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ചിഞ്ചു അശ്വതി രാജപ്പൻ എന്ന പേരിലാണ് അവർ മത്സരിച്ചത്. അവരിപ്പോൾ ആനന്ദ് എന്നുള്ള പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് അവർ ഡിക്ലെയർ ചെയ്തതാണ് അവർ ഇൻ്റർസെക്സുവലാണെന്നുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തത് LGBTQIA എന്ന് പറയുന്നത് എസെക്സുവൽ എന്നാണ്. എസെക്സുവൽ എന്ന് വെച്ചാൽ അവർക്ക് ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ല. സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അവർക്ക് ലൈംഗികത ഒരു വിഷയമേ അല്ല. മറ്റുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ലൈംഗികതയിലുള്ള മനുഷ്യന്മാരെല്ലാം കൂടി നമ്മൾ ഈ ആണ് പെണ്ണെന്ന് പറയുന്ന 2 കോളത്തിൽ മാത്രം പെടുത്തി അവരുടെ ജീവിതം കട്ടപ്പൊയ്യാക്കുന്ന എന്തിനാ, അവരെ കല്യാണം കഴിപ്പിക്കുന്നതിനാ. അവർക്ക് വേണമെങ്കിൽ വിട്ടേക്ക്. ഇനി LGBTQIA+ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നില്ല, ഇതിങ്ങനെ മുന്നോട്ട് ധാരാളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ
കാമസൂത്രയിലൊക്കെ ഏകദേശം 20ഓളം ജെൻഡറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അമേരിക്കൻ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അങ്ങനെയല്ല, 20,000-ഓളം അവർക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പഠനം പറയുന്നത് ഓരോ മനുഷ്യരും ഓരോ ജെൻഡറാണ്, നമ്മളെല്ലാം വ്യത്യസ്തരാണ്. ദയവേത് എല്ലാവരെയും കൊണ്ട് ഓരോ കോളത്തിൽ കൊണ്ട് കെട്ടരുത്. ഓരോരുത്തരെയും അവരെങ്ങനെയായിരിക്കുന്നോ അങ്ങനെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ LGBTQIA+ കുറിച്ചൊരു സാമാന്യ ധാരണ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാക്കാനും സാധിക്കും. ഇതിനേക്കാളും സയൻറ്റിഫിക്കായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേറെയുണ്ട്. ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ.